കാത്തിരുന്ന് കാത്തിരുന്ന് മാങ്ങയുടെ കാലമായി. എവിടെ നോക്കിയാലും മാങ്ങ. മാവുകളിലെല്ലാം മാങ്ങ പൂത്തു. കിളിച്ചുണ്ടൻ മാങ്ങ, മൂവാണ്ടൻ മാങ്ങ, കണിമാങ്ങ, അങ്ങനെ മാങ്ങകൾ അനവധി. എന്നാൽ ഈ മാങ്ങ വെച്ച് നമുക്ക് വെട്ടുമാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ? വെട്ടുമാങ്ങ അച്ചാർ ഏറെ പ്രശസ്തം, രുചിയോ അതിഗംഭീരം. കാണാം ടേൽസ് ഓഫ് ഹിമയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് കിളിച്ചുണ്ടൻ മാങ്ങയാണ്. കിളിച്ചുണ്ടൻ മാങ്ങ വെച്ചിട്ടാണ് വെട്ടുമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ആദ്യം മാങ്ങകളെല്ലാം എടുത്തിട്ട് വെട്ടായി മുറിച്ചിടണം. എന്നിട്ട് ഒരു 3-4 മണിക്കൂർ വെയിലത്ത് ഇത് വെക്കണം. ഇത് വാടിയാൽ മതി, കൂടുതൽ ഉണങ്ങിയൊന്നും വേണ്ട. ഇത് കഴിഞ്ഞിട്ട് നല്ലെണ്ണയാണ് ഇതിനു വേണ്ടി ചേർക്കുന്നത്. വെളിച്ചെണ്ണ സാധാരണ അച്ചാറിടാൻ ഉപയോഗിക്കില്ല. കൂടുതൽ നാൾ നിൽക്കണമെങ്കിൽ നല്ലെണ്ണയാണ് നല്ലത്. ആദ്യം പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കണം. നല്ലെണ്ണ നല്ല രീതിയിൽ ചൂടാവണം. നല്ലെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിന് 3 ചേരുവകളാണ് ഇടുന്നത്. കടുക്, ഉണക്കമുളക്, വെളുത്തുള്ളി. ഈ 3 ചേരുവകൾ തന്നെ ധാരാളം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരു അച്ചാറാണ്. വെളുത്തുള്ളി എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി എടുത്തു മാറ്റാം. എന്നിട്ട് ചൂട് നല്ല രീതിയിൽ ആറിക്കഴിഞ്ഞിട്ട് മിക്സിയിലേക്ക് ഇടാം. മിക്സിയിലേക്ക് ഇടുന്ന സമയത്ത് ഉണക്കമുളകും കടുകും ഈ വെളുത്തുള്ളിയും കൂടെ ചേർക്കണം. നല്ല രീതിയിൽ ഇത് പൊടിക്കണം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ചേർക്കുന്നത് കായമാണ്. കായം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാന ചേരുവയാണ്. തരിയായി പൊടിച്ച കായാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ആഹാരത്തിൽ രുചിക്കും മണത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് കായം. നല്ല രീതിയിൽ മിക്സിയിലിട്ടിട്ട് ഇത് പൊടിക്കാം. പൊടിച്ചതിന് ശേഷം ഉപ്പ്, മുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊടിയില്ലേ, ആ പൊടിയെ ഇതെല്ലാം കൂടെ ഈ മാങ്ങയ്ക്കകത്ത് ചേർക്കണം. ചേർത്തിട്ട് പിന്നെ നേരത്തെ മാറ്റി വെച്ചിരുന്ന നല്ലെണ്ണ ഉണ്ടല്ലോ, അതും കൂടെ ഇതിനകത്ത് ചേർക്കാം. ഇത് എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഭരണിക്കകത്ത് ഇതിട്ട് വെക്കണം. ഈ ഭരണിക്കകത്താണെങ്കിൽ വെള്ളത്തിൻ്റെ ഒരംശം പോലും വരരുത്. വെള്ളത്തിൻ്റെ അംശം ഒന്നുമില്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഈ അച്ചാറെല്ലാം കോരിയിടണം. ഇത് കുറച്ച് നാൾ ഉപയോഗിക്കാം. ഈ മാങ്ങാച്ചാർ എന്ന് പറയുന്നത് കുറേ നാൾ കഴിഞ്ഞ് മാത്രമേ എടുക്കാവൂ. ഒരച്ചാർ എന്ന് പറയുന്നത് ഒരു വീഞ്ഞ് പോലെയാണ്. വർഷം കൂടുന്തോറും ഇതിൻ്റെ വീര്യവും കൂടും. അത്രയ്ക്ക് രുചിയാണ് ഈ വെട്ടുമാങ്ങ അച്ചാർ. പിന്നെ ഈ കുപ്പി ഭരണിയിൽ ഒരു തുള്ളി വെള്ളം പോലെ കാണരുത്. നല്ല രീതിയിൽ തുടച്ചിട്ട് മാത്രമേ ഈ കുപ്പിയിൽ അച്ചാർ സൂക്ഷിക്കാവൂ. അല്ലെങ്കിൽ കേടാകാനുള്ള സാഹചര്യം കൂടുതലാണ്. അങ്ങനെ സ്വാദേറിയ വെട്ടുമാങ്ങ അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ, താങ്ക് യു.